വി എസ് സുനിൽകുമാർ വളരെ മുന്നിട്ട പര്യടനത്തിലാണ്. എതിരാളികളെക്കാളെല്ലാം ഒരുപടി മുന്നിലാണ് അദ്ദേഹത്തിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളെല്ലാം. ഇവിടുന്ന് ഇപ്പോൾ ഇന്നത്തെ പ്രചാരണ പ്രവർത്തനം ആരംഭിക്കുകയാണ്. സുനിച്ചേട്ടാ, ഒന്ന് ഇന്നത്തെ ഒരു പരിപാടികളെ കുറിച്ച് ഏത് രീതിയിലാണ് പ്രചാരണ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ രണ്ടാം ഘട്ട പൊതുപരിപാടികൾ, ഓപ്പൺ ജീപ്പിലുള്ള പരിപാടി രണ്ടാം ഘട്ടമാണ്. ഇതിപ്പോൾ ഇന്ന് 5ാമത്തെ മണ്ഡലത്തിലാണ്. അപ്പോൾ ഇന്ന് നാളെ പെരുന്നാളായതുകൊണ്ട് നാളത്തെ പരിപാടി ഓപ്പൺ പരിപാടി ഇല്ല. അത് കഴിഞ്ഞ് വിഷുവിന് മുമ്പായിട്ട് രണ്ടാം ഘട്ട ഓപ്പൺ ജീപ്പിലെ പര്യടന പരിപാടി കഴിയും. വളരെ ആവേശകരമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ്. എല്ലായിടത്തും വലിയ സ്വീകരണങ്ങളും ജനങ്ങളുടെ ഭാഗത്തു നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം കിട്ടുന്നു എന്നുള്ളത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ തന്നെ എതിരാളികൾ കേന്ദ്ര ഏജൻസികളെ അവരെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിസന്ധിയിലാക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, അറിയാലോ. അത് നമ്മളെങ്ങനെയാണ് പ്രതിരോധിക്കാൻ പോകുന്നത്? എന്താണ് തീർച്ചയായിട്ടും പറയാനുള്ളത്? ഈ സമയത്ത് കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ ജനങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇപ്പോൾ CPM-ൻ്റെ പിന്നെ DC നേതൃത്വത്തിനെതിരായി പോലും അവരിപ്പോൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്യിക്കുന്നു എന്നൊക്കെ പറയുന്നത് ആ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം സാധാരണ നിലയിൽ ഉള്ളൊരു വർക്കല്ലല്ലോ. ED പോലുള്ള ഏജൻസികൾ BJPക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന നിലയിലേക്ക് വരുന്നത് കേരളത്തിലെ പ്രത്യേക തൃശ്ശൂർ ജനങ്ങൾക്ക് അത് നന്നായി മനസ്സിലാവും. അപ്പം അതുകൊണ്ടൊന്നുകൂടെ ഇപ്പം നരേന്ദ്രമോദി 3 തവണ വന്നു, ഇനിയിപ്പോൾ 2ാമത് വരാൻ പോകുന്നു. അപ്പോൾ അവർക്ക് ഒരുപാട് വെസ്റ്റഡ് ഇൻട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നതെന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ED അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ BJPയുടെ ഒരു ഘടകകക്ഷി പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു ഫീല് ഞങ്ങൾക്കിടയിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അതൊക്കെ അതിജീവിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഈ സുനിച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ പ്രധാനമന്ത്രി വീണ്ടും വരുന്നു. 2 പ്രാവശ്യം വന്നു പോയതാണ് ഒരു 2 ആഴ്ചക്കിടെ. അടുത്ത വരവ് വീണ്ടും വരുന്നു. ഇതുകൊണ്ടൊക്കെ ഇവിടെ വല്ലതും നേട്ടം ഉണ്ടാക്കാൻ BJPക്ക് സാധിക്കുമോ? അല്ല, അത് ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്തോട്ടെ. ജയിക്കുന്നത് ഞങ്ങളായിരിക്കും, അടുത്ത വർഷം ജയിക്കും. പ്രധാനമന്ത്രി ഇപ്പോൾ ഇവിടെ 4 പ്രാവശ്യം വന്നോ 5 പ്രാവശ്യം വന്നോ എന്നുള്ളതൊന്നും ഒരു ഘടകമായിട്ട് വരില്ല. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. അത് ഇവിടെ വന്ന് നിൽക്കട്ടെ, ഇവിടെ വന്ന് നോക്കട്ടെ, നമുക്ക് നോക്കാം എന്തായാലും ചേട്ടാ തിരക്കാന്നുള്ളത് അറിയാം. ഇപ്പോൾ നമ്മളത് മഴുവഞ്ചേരിയിൽ നിന്നാണ് ഈ ഇന്നത്തെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ തിരക്കാണെന്ന് അറിയാം. ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഏത് ഭാഗത്തേക്കാണ് പോകുന്നത്? ഇതിപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ ഒരു മേഖലയിൽ 2 കേന്ദ്രം വെച്ച് നമ്മൾ ഇന്ന് 38 കേന്ദ്രങ്ങളിൽ ഇന്ന് പര്യടന പരിപാടി ഉണ്ട്. ഇന്ന് വൈകുന്നേരം വാടനപ്പള്ളി സമാപിക്കും. നാട്ടിയാലം മണ്ണൂർ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളും 2ാം ഘട്ടത്തിലെ പര്യടന പരിപാടി ഇന്ന് പൂർത്തീകരിക്കും. മഴുവഞ്ചേരി നിന്നാണ് ആരംഭിക്കുന്നത്. കടന്നപ്പള്ളി ഇപ്പോൾ ഉദ്ഘാടന പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുക. അത് എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സ്ഥാനാർത്ഥി നമുക്ക് ഫ്രീ ആക്കേണ്ടതുണ്ട്. കാരണം തൊട്ടപ്പുറത്ത് യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഉദ്ഘാടന ചടങ്ങ് മുന്നോട്ട് പോവുകയാണ്. സുനിലേട്ടൻ എത്താൻ വേണ്ടിയിട്ടാണ് ആ യോഗത്തിൽ എല്ലാവരും കാത്തിരിക്കുന്നത്. സ്ഥാനാർത്ഥിയെ വിടേണ്ടതുണ്ട്. സുനിച്ചേട്ട എല്ലാവിധ ആശംസകളും. കാവ്യ വളരെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പ്രചാരണത്തിൽ. ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കാണാം, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ആണ് ഇന്നത്തെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടക്കുന്നത്. ആ ചടങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും പ്രചാരണ വാഹനത്തിൽ സ്ഥാനാർത്ഥി പര്യടനം ആരംഭിക്കും. മണലൂർ നിയോജക മണ്ഡലത്തിലാണ് ഇത് പര്യടനം. 2ാം ഘട്ട പര്യടനം അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്.